എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യാ കപ്പ് 2025 സൂപ്പർ 4 പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ദയനീയമായി തോറ്റതിനു പിന്നാലെ പരിക്കേറ്റു പുറത്തിരുന്ന അവരുടെ ക്യാപ്റ്റൻ ലിറ്റൻ ദാസ് ചെയ്ത ഒരു കാര്യം കായിക ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ കാൽ തൊട്ടു വണങ്ങി അനുഗ്രഹം തേടി. ഈ വൈകാരിക നിമിഷം സ്റ്റേഡിയത്തിലെ കാണികളുടെയും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെയും ഹൃദയം കീഴടക്കി. സെപ്റ്റംബർ 24-ന് ദുബായിലെ ചരിത്രപ്രസിദ്ധമായ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നിർണായകമായ സൂപ്പർ 4 മത്സരം നടന്നത്. ഫൈനലിലെത്താൻ ബംഗ്ലാദേശിന് ഈ വിജയം അത്യാവശ്യമായിരുന്നു. എന്നാൽ അവരുടെ ക്യാപ്റ്റൻ ലിറ്റൻ ദാസിന് പരിക്കുമൂലം കളിക്കാനായില്ല. അദ്ദേഹത്തിന് പകരം സാക്കിർ അലിയാണ് ടീമിനെ നയിച്ചത്. ടോസ് നേടിയ സാക്കിർ അലി ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയെ ഓപ്പണർ അഭിഷേക് ശർമ്മയാണ് മുന്നോട്ട് നയിച്ചത്. 200-ലധികം സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 75 റൺസിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് നടത്തിയത്. ശുഭ്മാൻ ഗിൽ മികച്ച തുടക്കം നൽകിയപ്പോൾ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 168 റൺസ് എന്ന മാന്യമായ സ്കോറിലെത്തിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ ചീട്ട കൊട്ടാരം പോലെ തകർത്തപ്പോൾ തകർപ്പൻ വിജയത്തോടെ ഇന്ത്യ ഫൈനലിലേക്കുള്ള തങ്ങളുടെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു. തോൽവിയുടെ നിരാശയിൽ ബംഗ്ലാദേശ് ക്യാമ്പ് നിശബ്ദമായെങ്കിലും ക്രിക്കറ്റ് ലോകം ആഘോഷമാക്കിയ ഒരു നിമിഷം പിറന്നു. മത്സരം അവസാനിച്ച ശേഷം താരങ്ങൾ പരസ്പരം ഹസ്തദാനം ചെയ്യുമ്പോൾ ഡഗ്ഔട്ടിൽ കളി കണ്ടിരുന്ന ലിറ്റൻ ദാസ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ അടുത്തേക്ക് വന്നു. ആദ്യം ലിറ്റൻ ദാസ് കൈകൂപ്പി വണങ്ങിയ ശേഷം യാദവിന്റെ പാദങ്ങളിൽ സ്പർശിച്ച് അനുഗ്രഹം തേടി. ഈ ദൃശ്യം കണ്ട ആരാധകർ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. എതിർ ടീം ക്യാപ്റ്റനോടുള്ള ലിറ്റൻ ദാസിന്റെ ആദരവും വിനയവും ക്രിക്കറ്റ് ലോകത്തിന്റെ സ്നേഹം പിടിച്ചുപറ്റി. ഈ സംഭവത്തിന് ശേഷം ലിറ്റൻ ദാസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമുണ്ടായി. അത് ഇങ്ങനെയായിരുന്നു: എനിക്ക് കളിക്കാൻ കഴിയാത്തത് വലിയ ദുഃഖമുണ്ടാക്കി. തോൽവിയിൽ നിന്ന് ഞങ്ങൾ പഠിക്കും. സൂര്യകുമാർ യാദവ് എന്നോട് പറഞ്ഞു, ജയവും തോൽവിയും ക്രിക്കറ്റിന്റെ ഭാഗമാണ്, പക്ഷേ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം നേടുന്നത് എന്ന്. ആ ഉപദേശം ഞാൻ എന്നും ഓർമ്മിക്കും, ലിറ്റൻ ദാസ് പറഞ്ഞു. ഇന്ത്യൻ ടീമിന് ഏഷ്യാ കപ്പ് 2025 കിരീടം നേടാൻ അദ്ദേഹം ആശംസകളും അറിയിച്ചു. ലിറ്റൻ ദാസിന്റെയും സൂര്യകുമാർ യാദവിന്റെയും ഈ ആദരവും സ്നേഹവും നിറഞ്ഞ കൂടിക്കാഴ്ച സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിട്ടുണ്ട്. കളിക്കളത്തിലെ വീറും വാശിയും കഴിഞ്ഞാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്ന നിമിഷമായി ഇത് മാറി. ക്രിക്കറ്റ് കേവലം ഒരു കളിയല്ല, മറിച്ച് സൗഹൃദത്തിന്റെയും ആദരവിന്റെയും പ്രതീകം കൂടിയാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനോടുള്ള ലിറ്റൻ ദാസിന്റെ ബഹുമാനവും സൂര്യകുമാർ യാദവുമായുള്ള ഈ വൈകാരിക നിമിഷവും നിങ്ങൾ എങ്ങനെ കാണുന്നു? ഈ വർഷത്തെ ഏഷ്യാ കപ്പ് കിരീടം ഏത് ടീം നേടുമെന്നാണ് നിങ്ങളുടെ പ്രവചനം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.